മുഖ്യമന്ത്രി പിണറായി വിജയനും മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലും ഒന്നിച്ചെത്തിയ കണ്ടും മിണ്ടിയും ഇരുവർ എന്ന അഭിമുഖ പരിപാടിയെ ചൊല്ലി സംസ്ഥാനത്ത് പുതിയ രാഷ്ട്രീയ വിവാദം പുകയുന്നു. പരിപാടിയുടെ ചിത്രീകരണത്തിനായി സർക്കാർ ഖജനാവിൽ നിന്ന് 11,21,000 രൂപ ചിലവഴിച്ചതായാണ് പുറത്തുവന്ന വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നത്. തിരുവല്ല സ്വദേശിയായ റിജോ വെള്ളംകുളം നൽകിയ അപേക്ഷയ്ക്ക് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് നൽകിയ മറുപടിയിലാണ് ലക്ഷങ്ങൾ ചിലവാക്കിയതിന്റെ കൃത്യമായ കണക്കുകളുള്ളത്. ഇത്രയും വലിയ തുക സർക്കാർ ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചതെങ്കിലും ഈ പരിപാടിയുടെ നിർമ്മാണത്തിനായി ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളൊന്നും തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്ന വിരോധാഭാസവും രേഖകളിൽ തെളിയുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വെച്ച് 2 ദിവസം കൊണ്ടാണ് അഭിമുഖത്തിന്റെ ചിത്രീകരണം പൂർത്തിയാക്കിയത്. പ്രശസ്ത സംവിധായകൻ TK രാജീവ് കുമാറിന്റെ നേതൃത്വത്തിലാണ് പരിപാടി അണിയറയിൽ ഒരുങ്ങിയത്. മോഹൻലാൽ ഈ അഭിമുഖത്തിനായി പ്രതിഫലമൊന്നും വാങ്ങിയിരുന്നില്ല എങ്കിലും ഇതിന്റെ സാങ്കേതികമായ നിർമ്മാണ ചെലവുകൾ പൂർണ്ണമായും സർക്കാർ വഹിച്ചതാണ് ഇപ്പോൾ വൻ ചർച്ചയായിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ നികുതി പണം ഉപയോഗിച്ച് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള കേവലം PR സ്റ്റണ്ട് മാത്രമാണിതെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ജനങ്ങളുടെ പണം രാഷ്ട്രീയ പ്രചാരണത്തിനായി ദുരുപയോഗം ചെയ്യുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് UDF കേന്ദ്രങ്ങളുടെ വിമർശനം. എന്നാൽ മുൻപ് 2011 അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമായും മോഹൻലാൽ സമാനമായ രീതിയിൽ സംവദിച്ചിട്ടുണ്ടെന്ന വസ്തുത ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ അനുകൂലികളും രംഗത്തെത്തിയിട്ടുണ്ട്.